നമസ്കാരം, ജയ് ഹിന്ദ്. ഇന്ന് കാർഗിൽ വിജയ ദിവസമാണ്. 1999 പാകിസ്ഥാനി ആർമിയും ഒരു കൂട്ടം തീവ്രവാദികളും ഇന്ത്യൻ ബോർഡറിലേക്ക് കയറുകയും നമ്മുടെ പട്ടാളക്കാർ അവരെ ഐതിഹാസികമായ രീതിയിൽ റിപ്പൽ ചെയ്യുകയും അതിനെ സ്മരിക്കുന്ന ദിവസമാണ്. നമുക്ക് ഒരുപാട് പട്ടാളക്കാരെ ആ അവസരത്തിൽ നഷ്ടപ്പെട്ടു. അടൽ ബിഹാരി വാജ്പേയിയെ പോലെ വലിയൊരു സ്റ്റേറ്റ്സ്മാനായ പ്രധാനമന്ത്രി പാകിസ്ഥാനോട് സമാധാനത്തിന്റെ സന്ദേശം ഓതിയിട്ടും അവരിലുള്ള എക്സ്ട്രീം എലിമെന്റ്സ്, പാകിസ്ഥാനിൽ ഒരു വലിയ എക്സ്ട്രീം എലിമെന്റ്സ് ഉണ്ട്, അവർ നമുക്കെതിരെ അങ്ങനെ യുദ്ധത്തിന് രഹസ്യമായ പുറപ്പാട് നടത്തുകയായിരുന്നു. ഈ 26 ജൂലൈ ആണ് കാർഗിൽ വിജയ ദിവസമായിട്ട് നമ്മൾ കമമറേറ്റ് ചെയ്തത്. ഈ അവസരത്തിൽ ഓർക്കാനുള്ള ഏറ്റവും ഇന്ത്യൻ ആർമിയുടെ രസകരമായ കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ ആർമിയുടെ കാശ്മീരിലെ കണ്ണും കാതുമാണ് അവിടുത്തെ ബക്കർവാൾ മുസ്ലിങ്ങൾ. ഈ ബക്കർവാൾ മുസ്ലിം കമ്മ്യൂണിറ്റിയെ നമ്മുടെ ഇന്ത്യൻ ആർമി ഔദ്യോഗികമായി അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. ഇപ്പോൾ മാത്രമല്ല, ഈ കാർഗിൽ വാറിൽ മാത്രമല്ല, 1960-കൾ 70-കൾ മുതൽ അവിടുത്തെ ബക്കർവാൾ കമ്മ്യൂണിറ്റി, ഒരുപക്ഷെ അതിനു മുമ്പും ഒരുപാട് നമ്മളെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ സഹായിച്ചിട്ടുണ്ട്. അവിടുത്തെ മൗലവി ഗുലാം ദിന്നിന് അശോക ചക്ര അടക്കം കൊടുത്ത ഒരു സന്ദർഭം നമ്മുടെ ചരിത്രത്തിലുണ്ട്. ഈ ബക്കർവാൾ മുസ്ലിം കമ്മ്യൂണിറ്റിയെ കുറിച്ച് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയാം. അത് വളരെ അറിഞ്ഞിരിക്കേണ്ട രസകരമായ കാര്യമാണ്. അതായത് ഇവര് ഈ ഏൻഷ്യൻ ഗുജ്ജാർ കമ്മ്യൂണിറ്റിയിലൊക്കെ പെട്ടവരാണ്. ബക്കർവാൾസിന് അവരുടേതായ രീതിശാസ്ത്രങ്ങളുണ്ട്, അവരുടേതായ പാരമ്പര്യ സമ്പ്രദായങ്ങളുണ്ട്. അവരൊരു ഇന്ത്യൻ മുസ്ലിം രീതിയൊക്കെ പിന്തുടരുന്ന, തദ്ദേശീയമായ മുസ്ലിം രീതി പിന്തുടരുന്ന വലിയൊരു കമ്മ്യൂണിറ്റിയാണ്. ആ കമ്മ്യൂണിറ്റിയാണ് പാകിസ്ഥാനി ഇൻഫിൽട്രേഷനെ പലതവണ റെസിസ്റ്റ് ചെയ്യുകയും നമ്മുടെ പട്ടാളത്തോട് വന്ന് പറയുകയും നമ്മുടെ പട്ടാളക്കാർക്ക് ഇഫക്റ്റീവായി പാകിസ്ഥാനി ആർമിയെ തടയാനും ഈ ബക്കർവാൾ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെയാണ് മുഹമ്മദ് ദിൻ ജാഗിർ 1965 ഇന്ത്യ പാകിസ്ഥാനി വാറിൽ നമ്മുടെ ആർമിയെ സപ്പോർട്ട് ചെയ്യുകയും അദ്ദേഹത്തിന് പത്മശ്രീ ആയിട്ട് 1966 കിട്ടി. 25 വർഷത്തിന് ശേഷം ടെററിസ്റ്റുകൾ അദ്ദേഹത്തെ കൊന്നുകളയാണ് ചെയ്തത്. അങ്ങനെ ഒരുപാട് അവിടുത്തെ ആൾക്കാർ അവരുടെ ജീവിതത്തിലെ എല്ലാ റിസോഴ്സിനെയും വെച്ച് അത് തടയാൻ ശ്രമിച്ചത് ഇന്ത്യയുടെ ചരിത്രത്തിലെ കൗതുകമുണർത്തുന്ന ഒരു ഏടാണ്. പാകിസ്ഥാൻ പലതവണയായി മതമടക്കമുള്ള കാര്യങ്ങൾ പറയുകയും അവിടുത്തെ വിഭാഗങ്ങളെ അടുപ്പിക്കാൻ ശ്രമിച്ചിട്ടും അതിശക്തമായി പാകിസ്ഥാനെ പ്രതിരോധിക്കുന്നതിലും അവിടെ ഒരു ഇന്ത്യൻ സ്വത്വം, ഒരു ഇന്ത്യൻ ഐഡന്റിറ്റി ഉയർത്തുന്നതിനും ഈ നൊമാഡിക്കായ ബക്കർവാൾ മുസ്ലിം കമ്മ്യൂണിറ്റി വലിയൊരു പ്രാധാന്യം വഹിച്ചിട്ടുണ്ട്. നമ്മുടെ പട്ടാളക്കാരെ അലേർട്ട് ചെയ്യാനും പാകിസ്ഥാനി ഇൻഫിൽട്രേറ്റേഴ്സ് വരുമ്പോൾ ആദ്യം അവരെ അലേർട്ട് ചെയ്യുന്നതൊക്കെ ഈ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ആ ബക്കർവാൾ മുസ്ലിം കമ്മ്യൂണിറ്റിക്കും നമ്മുടെ എല്ലാം ഈ രാജ്യത്തിന് വേണ്ടി രക്ഷയൊരുക്കുന്ന നമ്മുടെ ജവാന്മാരെയും നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്യുന്ന എല്ലാ സൈനികരെയും സ്മരിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുന്നു. ഇതിൽ നമുക്ക് രാഷ്ട്രീയമില്ല, ജാതിയോ മതമോ രാഷ്ട്രീയമോ എല്ലാം ഒരുമിക്കുന്നതാണ് നമ്മുടെ പട്ടാളം, നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രം. ആ പട്ടാളക്കാരെ ഓർത്തുകൊണ്ട്, കാർഗിലിൽ നമുക്ക് വേണ്ടി പോരാടിയവരെ ഓർത്തുകൊണ്ട്, പട്ടാളക്കാരുടെ കണ്ണും കാതുമായ ബക്കർവാൾ മുസ്ലിം കമ്മ്യൂണിറ്റി ഓർത്തുകൊണ്ട് ഇന്ന് നമുക്ക് വേണ്ടി പോരാടി എല്ലാവരെയും നമുക്ക് സ്മരിക്കാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.